വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും കെ. സുധാകരൻ എന്ന് പറയുന്ന KPC പ്രസിഡന്റും മൈക്കിന് വേണ്ടി പിടിവലിയ. ഞാൻ ആദ്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൈക്കിലുള്ള പിടിവലിയ. ആ പിടിവലി കഴിഞ്ഞു. കെ. സുധാകരന് മൈക്ക് കൊടുത്തിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അടുത്ത തവണ നമ്മൾ ടെലിവിഷനിലെ വി.ഡി. സതീശനെ കെ. സുധാകരനെ കാണുന്നത് കെ. സുധാകരൻ അല്പം നേരത്തെ എത്തിപ്പോയി. വി.ഡി. സതീശൻ വൈകിയപ്പോ കെ. സുധാകരൻ മൈക്കിന്റെ മുമ്പില്, ക്യാമറയുടെ മുമ്പില് വി.ഡി. സതീശനെ വിളിക്കുന്നത് മാ കൂട്ടിയിട്ടാണ്. മൈക്കിന്റെ മുമ്പില്, ക്യാമറയുടെ മുമ്പില് നിങ്ങൾ പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് മാ കൂട്ടിയിട്ടാണ് എങ്കിൽ കട്ടന് പുറകെ നിങ്ങൾ എന്തായിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷിപ്പിക്കുന്നുണ്ടാവുക. ഏഷ്യാനെറ്റ് ഇവിടെ ഒരു കച്ചവട പീടിക വിൽക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗൾഫുകാരനോ അമേരിക്കക്കാരനോ ഒന്നും വാങ്ങാം. പക്ഷെ ഇവിടെ ഒരു ടെലിവിഷൻ ചാനൽ വിൽക്കാനിട്ടപ്പോ, ഏഷ്യാനെറ്റ് വിൽക്കാനിട്ടപ്പോ വന്ന് വാങ്ങിയത് ഒരു BJP-കാരനാണ്. ആ BJP-കാരന്റെ ലക്ഷ്യം ഇവിടെ ഏഷ്യാനെറ്റ് നടത്തി മാധ്യമരംഗത്ത് പ്രൊഫഷണലിസം വർദ്ധിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ മാധ്യമരംഗത്തെ നന്നാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. കേരളത്തിലെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പാത ഒരുക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കുകയായിരുന്നു ഏഷ്യാനെറ്റിലൂടെ എന്ന കാര്യം നമുക്ക് അറിയാഞ്ഞിട്ടാണോ? 1000 വി.ഡി. സതീശന്മാര് വന്നാൽ ആരെ പിണറായി വിജയനാകില്ല എന്ന് വി.ഡി. സതീശന് അറിയില്ലെങ്കിൽ പഠിക്കുന്ന സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വളരെ സജീവമായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഞാനൊരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവുക എന്നുള്ളതാണ് സ്വാഭാവികത. പക്ഷേ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപഴകുന്നതിനേക്കാൾ മാധ്യമ പ്രവർത്തനത്തിൽ ഊന്നിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയും എന്ന് കരുതിയ ഒരു വിദ്യാർത്ഥിയാണ്. അത് ശരിയായിരുന്നു ആ കാലഘട്ടത്തിൽ. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ നെഞ്ചിൽ ചേർത്ത് പിടിച്ച മൈക്കിലൂടെ വസ്തുതകൾ സംസാരിക്കുന്നതാണ് വിപ്ലവം എന്ന് വിചാരിച്ച ആൾ കൂടിയാണ്. എന്റെ മുന്നില് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാകും. നരേന്ദ്രമോദിയെ BBC അടക്കമുള്ള മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോ വെള്ളം കുടിക്കുന്ന നരേന്ദ്രമോദിയെ, അഭിമുഖം പൂർത്തിയാക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോകുന്ന നരേന്ദ്രമോദിയെ ഒരു ഘട്ടത്തിൽ BBC-യുടെ ലേഖിക നരേന്ദ്രമോദിയോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് താങ്കൾക്ക് പൊതുജീവിതത്തിൽ പഠിക്കാൻ? എനിക്ക് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്, ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നത്, അതാണ് എനിക്ക് ഇനി പഠിക്കാനുള്ളത്. വിഷണ്ണനായ വിയർത്ത നരേന്ദ്രമോദി ആ യൂട്യൂബ് അഭിമുഖത്തിൽ, ആ പറയുന്ന BBC അഭിമുഖത്തില് ആ ലേഖികയോട് പറയുന്നത് കേൾക്കാവുന്നതാണ്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളുടെ സ്വതന്ത്ര വിഹാരം അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരാണ് എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ശത്രുതാപരമായ നിലപാട് 2002 ഗുജറാത്ത് കലാപത്തെ തുടർന്ന് ജയിച്ച നരേന്ദ്രമോദി, 2007 ഗുജറാത്ത് കലാപത്തിന്റെ തന്നെ അനുരണനത്തിൽ ജയിച്ച നരേന്ദ്രമോദി, 2012 ഹാട്രിക് നേടിയ നരേന്ദ്രമോദി 2014 ആകുമ്പോഴേക്കും ഡൽഹിയിലെ തനിക്ക് BJP-യിൽ എതിരാളികളില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാരൊക്കെയാണ്? പ്രമോദ് മഹാജൻ വെടിയേറ്റ് മരിക്കുന്നു, സുഷമ സ്വരാജിന് അല്ലെങ്കിൽ അരുൺ ജെയ്റ്റ്ലിക്ക് അസുഖബാധിതരാകുന്നു. അവര് ഒന്നും നമുക്കറിയില്ല എന്താണെന്ന്. അതൊക്കെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ് എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. ഇപ്പോ പ്രമോദ് മഹാജന്റെ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് അത് വെറും ഒരു അനിയനും ഏട്ടനും തമ്മിലുള്ള തർക്കമായിരുന്നില്ല, അങ്ങനെ ഒരു തർക്കം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. പാർട്ടിക്കുള്ളിൽ തനിക്ക് പ്രതിയോഗികളില്ല എന്ന് നിശ്ചയിക്കുന്നു. മാത്രമല്ല 2014 എത്തുമ്പോഴേക്കും നരേന്ദ്രമോദി എന്ന് പറയുന്നത് BJP-യുടെ പ്രധാനമന്ത്രി പറയുന്നത് കോർപ്പറേറ്റ് കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമാകുന്നു. 2014 എത്തിയപ്പോഴേക്കും നരേന്ദ്രമോദിക്ക് മാധ്യമങ്ങളോടുള്ള അസഹിഷ്ണുത മൂത്ത് ആ മാധ്യമങ്ങളെ മുഴുവൻ തങ്ങളുടെ ചങ്ങാത്ത മുതലാളിമാരുടെ കീഴിലേക്ക് ആക്കി മാറ്റുന്നു. ഇവരെ ഇത്രയധികം ടെലിവിഷൻ ചാനലുകൾ, ഇത്രയധികം അച്ചടി മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണോ? അല്ല.
ഇവരിത് ഏറ്റെടുക്കുന്നത് തങ്ങളുടെ മുതലാളിയാണ് അല്ലെങ്കിൽ തങ്ങളുടെ മേലാളനാണ് ഇന്ത്യ ഭരിക്കുന്നത്, ആ ആൾക്ക് വേണ്ടി ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം ചിട്ടപ്പെടുത്തുക, ക്രമപ്പെടുത്തുക എന്ന ഉദ്ദേശത്താലാണ് അദാനിയും അംബാനിയും മറ്റു മുതലാളിമാരും ഒക്കെ ടെലിവിഷൻ ചാനലുകൾ ഏറ്റെടുക്കുന്നതെന്ന് പറയും. ഇത് ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമവും ഇല്ല തന്നെ, ഖണ്ഡിതമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കവേ നമ്മൾ നിന്ന് മൂങ്ങിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. രാജ്യം കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കീഴിലായി രാജ്യം മാറിയിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ പാർലമെന്റിലെ നരേന്ദ്രമോദി പറയാണ്, ഈ 400-ലധികം സീറ്റുകൾ എവിടെ നിന്ന് വരും എന്നറിയാത്തവരല്ല മാധ്യമങ്ങൾ. യാതൊരു സാധ്യതയും അതിലില്ല എന്ന് തിരിച്ചറിയാനാകാത്തവരല്ല മാധ്യമങ്ങൾ. പക്ഷെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുദ്രാവാക്യം രാജ്യം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ മേലുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ലാതായി വന്നിരിക്കുന്നു. അവരുടെ മാധ്യമ ഉള്ളടക്കത്തിന് അത് ഭാഗമാകാതെ വന്നിരിക്കുന്നു. അഭിപ്രായ സർവേകൾ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഭിപ്രായ സർവേ എന്ന് പറയുന്നത്. അഭിപ്രായ സർവേകൾ വരുന്ന സമയത്താണ് നമ്മുടെ ക്രെഡിബിലിറ്റിയുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, വെല്ലുവിളിയാണ്. ആ അഭിപ്രായ സർവേയിലും എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു BJP കുതിച്ചു കയറുകയാണ്, 3-2 ഭൂരിപക്ഷത്തിലേക്ക് 400-ലധികം സീറ്റുകളിലേക്ക് പോവുകയാണ്. ഇലക്ഷൻ നടന്നു, 1-ാം ഘട്ടം കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ വിശദമായി പരിശോധിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും തന്നെയും. 1-ാം ഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗങ്ങൾ നരേന്ദ്രമോദി നടത്തി. 2ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും കുറെ കൂടി കടുപ്പിച്ചു. രാജസ്ഥാൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി ന്യൂനപക്ഷ വിഭാഗത്തെ പെറ്റുകൂട്ടുന്നവരെന്നും നുഴഞ്ഞു കയറ്റക്കാരെന്നും ഒക്കെ വിളിച്ചു. 3-ാം ഘട്ടത്തിൽ അതിനേക്കാൾ കടുപ്പിച്ചു. അങ്ങനെ 7 ഘട്ടം തെരഞ്ഞെടുപ്പ് പോയി. സാധാരണഗതിയിൽ അവിടെയെങ്കിലും മാധ്യമങ്ങൾ നിശ്ചയിക്കുമായിരുന്നു. മാധ്യമങ്ങൾ നിശ്ചയിക്കേണ്ടതല്ല, ശരി ഞങ്ങളുടെ യജമാനന്മാർക്ക്, ഞങ്ങളുടെ മേലാളന്മാർക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായി, വോട്ടിംഗ് പൂർത്തിയായി. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാഥാർത്ഥ്യം വിളിച്ചു പറയാം. കാരണം എക്സിറ്റ് പോളിന്റെ ദിവസങ്ങളാണ്. എക്സിറ്റ് പോളിൽ പോലും യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ ഇന്ത്യൻ മാധ്യമങ്ങളെ നരേന്ദ്രമോദിയോടൊപ്പമുള്ള അദാനി അംബാനിമാരും സമ്മതിച്ചില്ലായിരുന്നതാണ് യാഥാർത്ഥ്യം. ആ എക്സിറ്റ് പോളിൽ പോലും 400-ലധികം സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞതിലൂടെ ഇന്ത്യൻ മാധ്യമങ്ങളുടെ വിശ്വാസ്യത വട്ടപൂജ്യമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തില് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നമുക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ വരാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനായി ഞാൻ ഇന്ന് കണക്കാക്കുന്നത് രാജീവ് സർദേശായിയാണ്. അതായത് ഇന്ത്യ ടുഡേയുടെ കൺസൾട്ടിംഗ് എഡിറ്റർ ആയിട്ടുള്ള രാജീവ് സർദേശായി. ആ രാജീവ് സർദേശായിക്ക് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ വഹിക്കാൻ കഴിഞ്ഞ പങ്കിനേക്കാൾ ഉപരിയായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ധ്രുവറാഠിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രവീഷ് കുമാറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരാ ധ്രുവറാഠി? ധ്രുവറാഠി എന്ന് പറയുന്നത് ഹരിയാനയിൽ നിന്ന് ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ഒരു ചെക്കനാണ്. നമ്മളെ പോലെ സാധാരണക്കാരനായ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒന്നും യാതൊരു പിൻബലവുമില്ല. രേഖകൾ നോക്കിയാൽ മനസ്സിലാകും, അത്യാവശ്യം കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഇതായിരുന്നു ധ്രുവറാഠിയുടെ കഴിവ്. പക്ഷേ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഇന്ത്യയിലെ കൊടികുത്തിയ മാധ്യമ പ്രവർത്തകനെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വേദിയാക്കി യൂട്യൂബിലെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളെ മാറ്റാൻ ധ്രുവറാഠിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ധ്രുവറാഠി മാത്രമല്ല, ഹിന്ദി ഭാഷയിലെ രവീഷ് കുമാർ അടക്കമുള്ളവര്, അവരുടെയൊക്കെ നിലപാടുകളാണ് ജനങ്ങൾ കേട്ടത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള തെളിവുകളാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ അർണബ് ഗോസ്വാമിമാരെ കുറിച്ചാണ് മാധ്യമ പ്രവർത്തനത്തിനോടൊപ്പം ചേർന്ന് വായിച്ചിട്ടുള്ളതെങ്കിൽ ഇന്ന് നമ്മൾ മാധ്യമ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ
ചേർത്ത് വായിക്കുന്നത് ധ്രുവരാജിയുടെയും രവീഷ് കുമാറിന്റെയും ഒക്കെ പേരുകളാണ് ഉള്ളതാണ്. നോക്കൂ, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഗ്രന്ഥശാല പ്രസ്ഥാനവും വായനശാല സംരംഭങ്ങളും ജനകീയ ആസൂത്രണവും കുടുംബശ്രീയും ഒപ്പം സാക്ഷരതയൊക്കെ അങ്ങനെ വിപ്ലവകരമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ നിയമവും അതുപോലെ തന്നെ ഭൂപരിഷ്കരണം, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾക്കും പിന്നീട് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭകൾക്കും മാത്രം അവകാശപ്പെടാൻ കഴിയുന്നത് നമ്മൾ വലിയ അറിവ് നേടിയിട്ടുള്ള ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു ധ്രുവരാജി എന്ന് പറയുന്ന സാധാരണക്കാരന് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്തുകൊണ്ട് നമുക്ക് ഒരു സമൂഹം എന്ന നിലയിൽ ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ തന്നെ ആലോചിക്കേണ്ട കാലഘട്ടമായിരിക്കും. ഇനിയിപ്പോ ഈ പ്രസംഗങ്ങളിലൊന്നും ഒരു കാര്യമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രസംഗങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പേരെടുക്കും ശക്തരാകും എന്നുള്ളതാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ കാലഘട്ടങ്ങളിൽ നമ്മളോട് നമ്മളുടെ ഗുരുക്കന്മാർ പറഞ്ഞതെങ്കിൽ നമ്മൾ കീബോർഡുകൾ കീഴടക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. 96 ഞാൻ ഏഷ്യാനെറ്റിന്റെ പ്രതിനിധിയായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ക്യാമറ കൊണ്ടുവന്ന് വെച്ചാല് ഒരു 50 പേരെങ്കിലും എന്റെ ചുറ്റും കൂടുമായിരുന്നു. ഇന്നിപ്പോ ഞാൻ ഒരു 50 ക്യാമറ നിരത്തി വെച്ചാലും ഒരാൾ പോലും ചുറ്റും കൂടില്ല എന്നുള്ളതിനെയാണ്. കാരണം ഈ സാധനം സാർവത്രികമായി കഴിഞ്ഞിരിക്കുന്നു, എല്ലാവരുടെയും കയ്യിലുണ്ട്. ക്യാമറ എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യമായി. അതിന്റെ ടെക്സ്റ്റ് അത് ഏവർക്കും അച്ചടിക്കാൻ കഴിയുന്ന, അടിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിന്റെ എഡിറ്റിംഗ് എല്ലാവർക്കും സാധ്യമാകേണ്ട കാര്യമാണ്. നമുക്ക് നോക്കൂ, നമ്മുടെ അറിവിനെ കുറിച്ചാണ് ചോദ്യം. പിന്നെ അടുത്ത ചോദ്യം നമുക്കത് നോക്കൂ, കേരളത്തിലെ രാഷ്ട്രീയം നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യം പോലെ അറിയാം. ആ കഴിവുള്ളവരാണ് മലയാളികൾ. നിങ്ങൾക്കറിയില്ലേ, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമലാ ഹാരിസ് മദ്രാസുകാരുടെ മോളാണ്. ആ പെണ്ണുങ്ങൾ ചിലപ്പോൾ പറയായിരിക്കും ഞാൻ ബ്ലാക്കാണ് എന്ന് പറയായിരിക്കും. അത് ആ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടാണ്. ആ പെണ്ണുങ്ങള് ഒരു മദ്രാസുകാരിയുടെ മകളാണ്. അവരെ പഠിപ്പിച്ചത്, അവരെ വളർത്തിയതെല്ലാം ആ മദ്രാസുകാരിയാണ്. അവരുടെ ചലനങ്ങളാണ്, അമ്മയുടെ ചലനങ്ങളാണ്, അമ്മയുടെ അറിവാണ് ആ കമലാ ഹാരിസ് എന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കിട്ടിയിട്ടുള്ളത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഇപ്പോൾ ഇറങ്ങി വന്നതാണ്. ഋഷി സുനക് ഒരു ഇന്ത്യൻ വംശജനാണ്. ഇന്ത്യക്കാരെ കല്യാണം കഴിച്ച ഇന്ത്യൻ കുടുംബമാണ് അത് എടുത്തത്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊക്കെ സാധിക്കുന്നതിന് മലയാളികൾ അവരെക്കാൾ മുന്നിലാണ്. ബൗദ്ധിക തലത്തില് നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്ക് വലിയ അഭിപ്രായമാണ്. നമുക്ക് മാത്രമാണ് നമ്മൾ ഈ സ്ഥലത്ത് ചുരുങ്ങി പോകുന്നു എന്നുള്ള തോന്നലുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കേരളത്തിലെ കാര്യങ്ങൾ നമ്മുടെ കുടുംബ വാർത്ത പോലെ നമുക്ക് അറിയാവുന്നതുപോലെ, കേരളത്തിലെ രാഷ്ട്രീയം നമുക്ക് നമ്മുടെ കുടുംബ വാർത്ത പോലെ അറിയാവുന്നതുപോലെ, ദേശീയ വാർത്തകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സംസ്ഥാനക്കാരനും മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നതിനാൽ നോക്കൂ, ലോകരാഷ്ട്രീയം, പശ്ചിമേഷ്യൻ രാഷ്ട്രീയം നമുക്ക് ഇവിടുത്തെ ഏറ്റവും അടുത്ത, ഒരുപക്ഷെ നമ്മളെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ സംഭവദാസം പോലെ തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്, തിരിച്ചറിഞ്ഞുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാത്രമല്ല, ദേശീയ രാഷ്ട്രീയം മാത്രമല്ല, നമുക്ക് അന്താരാഷ്ട്ര വാർത്തകൾ പോലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ആൾക്കൂട്ടമായി, സമൂഹമായി മാറാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് മറ്റാരുണ്ടാക്കിയതിനേക്കാൾ മികച്ച രീതിയിൽ നമുക്ക് ഈ പറയുന്ന മാധ്യമ മേഖലയെ നിയന്ത്രിക്കാൻ കഴിയും, രാഷ്ട്രീയ മേഖലയെ നിയന്ത്രിക്കാൻ കഴിയും. 28 വർഷത്തിന് ശേഷം, മാധ്യമ പ്രവർത്തനത്തിന് ശേഷം നീ എന്ത് ചെയ്യുന്നു എന്നോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നോട് ചോദിച്ചാൽ, സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എനിക്കൊപ്പം ജീവിക്കുന്ന സമൂഹത്തിന് എന്ത് ചെയ്തു നൽകാൻ സാധിക്കും എന്നുള്ള പരിശോധനയിലാണ് ഞാൻ എന്ന് പറയാൻ എനിക്ക് ഇപ്പോ അഭിമാനമുണ്ട്. ആ മേഖലയില് വലിയ വളർച്ച ആവശ്യമുണ്ട്. ഇന്ത്യ വിഷനൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അന്നൊരു ടെലിവിഷൻ ചാനൽ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല, ഒരു വാർത്താ ചാനൽ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂർ ടെലിവിഷൻ ചാനലോ വാർത്താ ചാനലോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സഹപ്രവർത്തകര് അത് തെളിയിച്ചു. ഞാനും അതിന്റെ ഭാഗമായിരുന്നു, ഒരു നിസ്സാരനായ ഞാനും അതിന്റെ ഭാഗമായിരുന്നു. നോക്കൂ, അങ്ങനെ നമുക്ക് സാധിക്കുമെങ്കിൽ മറ്റൊരു മാതൃകയില്ലാതെ
ഈ രാജ്യത്തിന് തന്നെ ഒരു വാർത്താ ചാനലിന്റെ മാതൃക നൽകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് മലയാളികൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലിന്റെ കാര്യത്തിലും അത് സാധിക്കുമെന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. കേരളം നമുക്ക് ദേശീയ തലത്തിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തെ വ്യത്യസ്തമായിട്ടുള്ള കോർപ്പറേറ്റുകൾ, പ്രത്യേകിച്ച് അദാനിയും അംബാനിയും മാധ്യമങ്ങളൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞു എന്ന് നമുക്കറിയാം. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമൊന്നും അല്ലല്ലോ. കേരളത്തിൽ ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം? എനിക്ക് മുമ്പ് സംസാരിച്ച സഹാക്കള് വ്യക്തമായി പറയുണ്ടായി. മലയാള മനോരമ എന്ന് പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ വിഷം കുടിച്ച് മരിക്കും എന്ന് പറഞ്ഞ ആളുകളുടെ പിൻതലമുറക്കാരാണെന്ന് മലയാള മനോരമ നടത്തുന്നത്. ഏഷ്യാനെറ്റ് ഇവിടെ ഒരു കച്ചവട പീടിക വിൽക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗൾഫുകാരനോ അമേരിക്കക്കാരനോ ഒന്നും വാങ്ങാം. പക്ഷെ ഇവിടെ ഒരു ടെലിവിഷൻ ചാനൽ വിൽക്കാനിട്ടപ്പോ, ഏഷ്യാനെറ്റ് വിൽക്കാനിട്ടപ്പോ വന്ന് വാങ്ങിയത് ഒരു BJP-കാരനാണ്. ആ BJP-കാരന്റെ ലക്ഷ്യം ഇവിടെ ഏഷ്യാനെറ്റ് നടത്തി മാധ്യമരംഗത്ത് പ്രൊഫഷണലിസം വർദ്ധിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ മാധ്യമരംഗത്തെ നന്നാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. കേരളത്തിലെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പാത ഒരുക്കുക എന്ന ഉത്തരവാദിത്തം രാജീവ് ചന്ദ്രശേഖരൻ നിർവഹിക്കുകയായിരുന്നു ഏഷ്യാനെറ്റിലൂടെ എന്ന കാര്യം നമുക്ക് അറിയാതിട്ടാണോ മാതൃഭൂമി ദിനപത്രം സാധാരണഗതിയിലെ ഒരു അച്ചടി മാധ്യമം, ഒരു ദൃശ്യമാധ്യമം അതിന്റെ ഹയറാർക്കിയിൽ നിന്നാണ്, അതിന്റെ തന്നെ മുതിർന്ന ഒരു എഡിറ്റർമാരിൽ നിന്നാണ് എഡിറ്ററെ നിശ്ചയിക്കുക, ചീഫ് എഡിറ്ററെ നിശ്ചയിക്കുക. മാതൃഭൂമി എഡിറ്റർ നിശ്ചയിക്കുക ഓരോ രാഷ്ട്രീയ കാലഘട്ടങ്ങളിൽ പുറത്തുനിന്നാണ്. മാതൃഭൂമി ദിനപത്രം നിങ്ങൾക്കറിയാം, CPM-ലെ വിഭാഗീയതയുടെ കാലഘട്ടത്തിൽ നിശ്ചയിച്ച എഡിറ്റർ എങ്ങനെയാണ് CPM-ന്റെ വിഭാഗീയതയെ പ്രതിയോഗികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. ഇതിപ്പോ സംഘപരിവാറിന്റെ കാലഘട്ടമാണ്. സംഘപരിവാറിന്റെ കാലഘട്ടത്തിൽ സംഘപരിവാറിന് അനുകൂലമായ രാഷ്ട്രീയം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഡിറ്ററും ഉള്ളടക്കവുമാണ് ഇന്ന് ആ പത്രത്തിലുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയണം. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ UDF-നെയാണ് നേരിടുന്നത് എന്നാണ് കേൾപ്പ്. എത്ര വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാർ UDF-നെയാണോ നേരിടുന്നത്? ഒരു മഹാസഖ്യത്തിൽ UDF ഭാഗമാണ് എന്ന് മാത്രം. നമ്മള് എല്ലാ ദിവസവും കാണുന്ന കാര്യങ്ങൾ. നല്ലൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും മാധ്യമരംഗത്തെയാണ് ആദ്യം നോക്കുക. ഒരു ഭാഗത്ത് തീവ്ര ഇസ്ലാമിക വിദ്വേഷം തുപ്പുന്ന ഓൺലൈൻ മഞ്ഞപ്പത്രങ്ങൾ, മറുഭാഗത്ത് തീവ്ര ഇസ്ലാമിക ഭാഷ സംസാരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ മാധ്യമം തുടങ്ങിയ പ്രബോധനം തുടങ്ങിയ പത്രങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ. ഇവയ്ക്ക് എങ്ങനെയാണ് ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നത്? ഒരു ഭാഗത്ത് മഞ്ഞ നീല ഓൺലൈൻ പത്രങ്ങൾ, മലയാളിയെ പോലുള്ള, മറുഭാഗത്ത് മാധ്യമം, മീഡിയ വൺ, പ്രബോധനം, ഇതൊക്കെ ഒരൊറ്റ കൂട്ടായ്മയാണ്. എങ്ങനെയാണ് RSS-കാരനായ ഒരാൾക്ക് RSS-നെ തള്ളിപ്പറയാതെ കോൺഗ്രസിലെത്താൻ കഴിയുന്നത്? പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് പൂർത്തിയായത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് VD സതീശന്റെ വക ഒരു വലിയ അത്ഭുതം ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു RSS-കാരനെ കോൺഗ്രസിൽ ചേർത്തു. BJP-യിൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. സംഭവിച്ചു. BJP-യിൽ നിന്ന് K. സുരേന്ദ്രന്റെ നേതൃത്വത്തില് ഏതോ കൺവെൻഷനിൽ സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കലാപം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് കോൺഗ്രസിൽ ചേർന്നത്. പക്ഷേ സന്ദീപ് വാര്യർ നമ്മളെ എപ്പോഴും കാണുന്നത് RSS-ന്റെ കളസൂട്ടുകൊണ്ടാണ്. RSS-ന്റെ കളസമിട്ട് RSS-ൽ പ്രവർത്തിക്കുന്ന ഒരാള്
RSSനെ തള്ളിപ്പറയാതെ കോൺഗ്രസില് എങ്ങനെയാണ് സന്ദീപ് വാര്യർക്ക് അംഗത്വം കൊടുക്കാൻ കഴിയുന്നത്? അത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്ന ആളെന്ന നിലയിൽ അവിടുത്തെ എന്റെ നേതാക്കന്മാരെല്ലാം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ചോദ്യം. RSSനെ തള്ളി പറയൂ, RSSനെ തള്ളി പറഞ്ഞാൽ നിങ്ങളുടെ കോൺഗ്രസ് പ്രവേശത്തെ ഞങ്ങൾ അംഗീകരിക്കാം. സന്ദീപ് വാര്യർ RSSനെ തള്ളി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ തലേ ദിവസം സന്ദീപ് വാര്യർ പറയാണ്, എന്റെ സ്വത്തുക്കൾ RSSന്റെ കാര്യാലയം നിർമ്മിക്കുന്നതിന്. ഇപ്പോഴും കോൺഗ്രസിലാണ്, KPC ജനറൽ സെക്രട്ടറി ആകുമ്പോൾ നേരത്തെ ഡോക്ടർ സലിം മത്സരിച്ച നിയമസഭാ സീറ്റ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് സന്ദീപ് വാര്യർക്ക് നൽകുമെന്നുള്ളതാണ് പത്രവാർത്ത. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അശ്ലീല മഞ്ഞ ഓൺലൈൻ ചാനലുകൾക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമത്തിനും മീഡിയകളിലും ഒരു ആവാസ വ്യവസ്ഥയില് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നതുപോലെ കോൺഗ്രസിനും RSSലെ ഒരു വിഭാഗത്തിനും UDFിലും ഒന്നിച്ചു നിൽക്കാൻ സാധിക്കുന്നു എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും എങ്ങനെയാണ് ഒന്നിച്ചു നിൽക്കാൻ കഴിയുക? CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി വിജയൻ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ നിർണായകമായ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ആ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വെച്ചു. എന്താ? മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ഭാഷ കരസ്ഥമാക്കരുത്, അതായത് സഖാവ് പിണറായി വിജയന് പറയാനുണ്ടായിരുന്നത്. അതിലെ ഉത്തരവാദിത്തം സാധിക്കലിൽ തങ്ങൾക്കുണ്ട്. നേരത്തെ മുസ്ലിം ലീഗ് ഈ തരത്തിലുള്ള നിലപാടുകളായിരുന്നില്ല എടുത്തിരുന്നത്. വി സതീശൻ പ്രതിപക്ഷ നേതാവ് ചാടി വീണു. കെ സുധാകരനെ കുറിച്ച് പറഞ്ഞ വി സതീശന് നോവില്ല, സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറഞ്ഞ വി സതീശന് നോവും. 1000 വി സതീശന്മാര് വന്നാൽ ആരെ പിണറായി വിജയനാകില്ല എന്ന് വി സതീശൻ അറിയില്ലെങ്കിൽ പഠിക്കുന്ന സമയമായി കഴിഞ്ഞിരിക്കുന്നു. ആരാ പിണറായി വിജയൻ? 1971 ഡിസംബർ 28 തലശ്ശേരിയില് RSS കലാപം ഉണ്ടാക്കിയ സമയത്ത് മുസ്ലിം പള്ളികൾക്ക് കാവലിരുന്ന ഏരിയ സെക്രട്ടറിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ കാലഘട്ടത്തില് പോലീസിന്റെ മർദ്ദനമേൽക്കാത്ത ഒരു ഭാഗം പിണറായി വിജയന്റെ ശരീരത്തിൽ ഇല്ല എന്നറിയണമെങ്കിൽ ശ്രീ വി സതീശൻ താങ്കൾ ദേശാഭിമാനം ചിന്തയൊന്നും വായിക്കണ്ട, നിയമസഭാ രേഖകളൊന്നും ഓടിച്ചു വായിച്ചാൽ മതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വിഭാഗീയതയില് കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ആ വിഭാഗീയതക്കാരുടെ കാലഘട്ടത്തിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കുകയും അതിനുശേഷം വന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളില് ഈ പാർട്ടിയുടെ ഈ മുന്നണിയുടെ നേതൃത്വത്തില് മുന്നിൽ നിന്ന് നയിച്ച് കേരളത്തിലെ ആദ്യം 91 സീറ്റിലും പിന്നീട് വർദ്ധിത ഭൂരിപക്ഷമായിട്ടുള്ള 99 സീറ്റിലേക്കും എത്തിച്ചത് സഖാവ് പിണറായി വിജയനാണ്. ഇനിയും പറയാനുണ്ട്, ഞാൻ കൂട്ടി പറയുന്നില്ല. ഈ പിണറായി വിജയനെയാണ് വി സതീശൻ വെല്ലുവിളിക്കുന്നത്. പിണറായി കൃത്യം പറഞ്ഞ രാഷ്ട്രീയം ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും എങ്ങനെയാണ് ഒരു മുന്നണിയെ നിൽക്കാൻ കഴിയുക, ഒരു സംവിധാനത്തിൽ നിൽക്കാൻ കഴിയുക? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മുസ്ലിം ലീഗ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPMO പറഞ്ഞതെന്ന് മാറ്റിവെക്കുക സുഹൃത്തുക്കളെ. ചിലപ്പോൾ നമ്മൾ രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് എന്ന് ചിലപ്പോ നിഷ്കളങ്കരായിട്ട് ആളുകൾ വിചാരിച്ചേക്കാം. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഡോക്ടർ MK മുനീറും കെ ഷാജി അടക്കമുള്ളവർ പറഞ്ഞെന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിട്ടുള്ള മൗദൂദിയൻ ആശയം ഇസ്ലാമിക് സ്റ്റേറ്റിന് പ്രേരക ഘടകമായിട്ടുണ്ട് എന്നാണ്. പാകിസ്ഥാൻ മുസ്ലിം രാജ്യമാണ്, ബംഗ്ലാദേശ് മുസ്ലിം രാജ്യമാണ്, അഫ്ഗാനിസ്ഥാൻ മുസ്ലിം രാജ്യമാണ്. ഈ രാജ്യങ്ങൾക്കൊന്നുമല്ല ഇസ്ലാമിക് സ്റ്റേറ്റിന് പ്രചോദക ഘടകമായിട്ടുള്ളത് മൗദൂദിയൻ ആശയങ്ങളാണ് എന്നാണ്. 2003 ഞാൻ പണ്ട് ഇന്ത്യ മിഷന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് DK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ
ഐസ്ക്രീം പാർലർ കേസ് വരിക. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു. അദ്ദേഹം വ്യവസായ മന്ത്രി പദവിയിൽ നിന്ന് ഒഴിയുന്നു. മുസ്ലിം ലീഗിലെ ഒരു പ്രബല വിഭാഗം പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായി. ഇ അഹമ്മദ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാണക്കാട് തങ്ങൾ കുടുംബം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ഇ ടി മുഹമ്മദ് ബഷീർ ഇപ്പോഴത്തെ MP, എം കെ മുനീർ, അങ്ങനെ നിരവധിയായിട്ടുള്ള നേതാക്കളെല്ലാം പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ഗ്രൂപ്പാണ്. ആ ഘട്ടത്തില് പി കെ കുഞ്ഞാലിക്കുട്ടിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി ആ പദവി ഇ അഹമ്മദിനെ കൊടുത്തു. അവരെ ഇ അഹമ്മദിന്റെ അസിസ്റ്റന്റായി PDയെയും എം കെ മുനീറിനെയും ഒക്കെ വെച്ചു. അപ്പോ പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ പിന്തുണ എനിക്കില്ലെങ്കിലും സമുദായത്തിന്റെ പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ എന്നെക്കാളും പ്രായമുള്ളവർക്കും എന്നെ പോലെ പ്രായമുള്ളവർക്കും ഒക്കെ അത് വ്യക്തമായി ഓർമ്മയുള്ള കാര്യമായിരിക്കും. സമുദായത്തിന്റെ പിന്തുണയുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. അപ്പൊ ഞാൻ എഡിറ്റർ എന്ന നിലയിൽ ഓരോ ബ്യൂറോയിലെയും റിപ്പോർട്ടർമാരെ വിളിച്ചു നോക്കി, എങ്ങനെയുണ്ട് സ്വീകരണ പരിപാടികൾ? വാഹനത്തിൽ നിന്ന് നേരെ എടുത്തിട്ടാണ് സ്റ്റേജിലേക്ക് എത്തുന്നത്. ഭയങ്കര ആളാണ്. അന്വേഷണം എന്താ? അന്നത്തെ NDF അടക്കമുള്ള തീവ്രവാദ സ്വഭാവമുള്ള ശക്തികള് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ സ്വീകരണ പരിപാടികൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി പരമാവധി ആളെ സമാഹരിച്ച് ഓരോ വേദിയിൽ എത്തിക്കുകയായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് ഞാൻ ടെലിവിഷനിൽ ചോദിച്ചു, നോക്കൂ, നിങ്ങള് മുസ്ലിം ലീഗ് ബാബറി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് ഈ സംസ്ഥാനത്ത് വർഗീയ കലാപം ഉണ്ടാകാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി പൊതുമാധ്യമങ്ങൾ വിലയിരുത്തുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തില് നിങ്ങൾ NDF അടക്കമുള്ള തീവ്രവാദ സ്വഭാവമുള്ള ശക്തികളെ ഒപ്പം കൂട്ടുന്നത്? അന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകാം, ഞങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാകാം, പക്ഷേ ഞങ്ങൾ ഒരു സാഹചര്യത്തിലും NDF അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ സഹായം തേടില്ല തന്നെ എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് സ്വീകരണ പരിപാടികൾ തന്നെ നിർത്തിവെക്കേണ്ടി വന്നു. അതൊരു വിവാദമായി, അതൊരു ചർച്ചയായി. പിണറായി വിജയൻ പാലക്കാട് എത്തിയപ്പോൾ ചോദിച്ചതാണ്, എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുടെ SDPIയുടെ തീവ്രവാദ ഭാഷ കൈവരുന്നത്? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം മുസ്ലിം ലീഗിനെ ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ അത് നിഷേധിക്കാൻ കഴിയുമോ? ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടി. നമ്മൾ വളരെ യുക്തിസഹമായി ചിന്തിച്ചാൽ മാത്രം മതി. നമ്മൾ രാഷ്ട്രീയ പ്രസംഗങ്ങളൊന്നും കേൾക്കണ്ട, നമ്മൾ ആരുടെയും വാദം അംഗീകരിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിലൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് വെൽഫെയർ പാർട്ടി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, RSSന്റെ പ്രതിരൂപം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് SDPI. ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയും SDPIയും എങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത്? ഞാൻ 2024 അന്ന് ഞാൻ ഈ എയർപോർട്ടിന്റെ ഭാഗമാണ്. ഞാൻ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവിയോട് ചോദിച്ചു, അല്ല നിങ്ങളെന്താ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നത്? അപ്പോ അഷറഫ് മൗലവി എന്നോട് പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ചെലവിന് പണമില്ല, PFIയുടെ നിരോധനമൊക്കെ അല്ലേ. ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കാൻ കഴിയില്ല, കാരണം അങ്ങനെ ഒരു ചോദ്യവും പത്രവും ആ പാർട്ടിക്കില്ല എന്നുള്ളതുകൊണ്ട്. ശരി, നിങ്ങള് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല, പണമില്ലാതിരുന്നു. നിങ്ങളല്ലേ പാലക്കാട് മത്സരിക്കാത്തത്, ചിലക്കര മത്സരിക്കാത്തത്, വയനാട്ടിൽ മത്സരിക്കാത്തത്? ന്യൂനപക്ഷ സാന്നിധ്യം ഇല്ലാതാണെങ്കിൽ 30% ന്യൂനപക്ഷ സാന്നിധ്യമുള്ള മണ്ഡലങ്ങളാണ് ചിലക്കരയും പാലക്കാടും വയനാടും. മത്സരിക്കുന്നില്ലേ? ഈ മഹാസഖ്യത്തിന്റെ ഭാഗമാണവരെ. മഹാസഖ്യത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയാ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതെന്ന് നിങ്ങൾക്കറിയോ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നമ്മളെന്താ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാം? മൈക്ക് ഉപയോഗിക്കും, ആളുകൾ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കും. സാധാരണഗതിയിൽ എല്ലാ ജനാധിപത്യ പാർട്ടികൾക്കും അതേ സാധിക്കുള്ളൂ. തെരഞ്ഞെടുപ്പ് ചട്ടമുണ്ടല്ലേ, ആ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവരെങ്ങനെയാണോ നടത്തുന്നത് ഇതൊന്ന് പരിശോധിച്ച് നോക്ക്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ നിങ്ങളൊന്ന് ഇവരുടെ പ്രവർത്തനം ഒന്ന് പരിശോധിച്ച് നോക്ക്.
എല്ലാ മതചിഹ്നങ്ങളോടും കൂടി ഒരു വീട്ടിനകത്തേക്ക് പോവാണ്. ഏത് തരത്തിലാണ് പ്രചരണം? എന്താണ് അവര് ഓരോ വീട്ടിലും ചെന്ന് പറയുന്നത്? നമുക്ക് പുറത്ത് കേൾക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ ഇവർക്ക് പുറത്ത് പ്രചരണം നടത്തിയാൽ മതി. പക്ഷെ പുറത്ത് കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണ് അവർ വീട്ടിനകത്ത് ചെന്ന് പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് വീട്ടിനകത്ത് കയറേണ്ടി വരുന്നത്. അവർക്ക് മതചിഹ്നങ്ങളോടുകൂടി വീട്ടിനകത്ത് പോകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഇത് ചോദ്യം ചെയ്യപ്പെട്ടല്ലേ തീരുള്ളൂ. എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടാണ്. ഒരേ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഇടമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഒരാൾക്ക് വർഗീയത പ്രചരിപ്പിക്കാം, ബാക്കിയുള്ളവർ അത് കണ്ടുകൊണ്ടിരിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ദേശീയ തലത്തിൽ ഇടതുപക്ഷം നോക്കൂ, ഹിന്ദുത്വ തീവ്രവാദത്തെ അതിശക്തമായി എതിർക്കുക, യാതൊരു കലർപ്പുമില്ലാതെ, യാതൊരു മടിയുമില്ലാതെ. ബാബറി മസ്ജിദിന്റെ തകർച്ച, അതേ തുടർന്നുള്ള കോടതി വിധി, ഞങ്ങളുടെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആ ഘട്ടങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്റേടത്തോടുകൂടി, നട്ടലോടുകൂടി, നെഞ്ചുറപ്പോടുകൂടി എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് രാജ്യത്തോട് പറഞ്ഞിരുന്നു. പിന്നീട് അയോധ്യയിൽ രാമക്ഷേത്രം പണിയണം എന്നുള്ള സുപ്രീം കോടതി വിധി, ആ സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചും ഖണ്ഡിതമായ അഭിപ്രായം ഇടതുപക്ഷം CPIM മുന്നോട്ട് വെച്ചിരുന്നു. ഒരു തർക്കമില്ലല്ലോ ഇടതുപക്ഷത്തിന്റെ ഹിന്ദുത്വ വിരോധത്തിനെതിരായി, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള. ഇപ്പോഴത്തെ ഇവിടെ ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കാൻ വേണ്ടി ലീഗടക്കമുള്ളവരുടെ സഹായത്തോടു കൂടി UDF ശ്രമിക്കുമ്പോൾ അതിനെതിരായും ശക്തമായ നിലപാടെടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഈ മഴവിൽ സഖ്യമാണ് ഇന്ന് CPMന്റെ ഇടതുപക്ഷത്തിന്റെ എതിരാളി എന്ന് പറയുന്നത്. ഇപ്പോ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ നമ്മളിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഓൺലൈൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഓൺലൈൻ ക്യാമ്പയിനിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും പത്രം, നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം, അതായത് കേരളത്തിനെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പത്രം, ഏതെങ്കിലും ഒരു മാധ്യമം വസ്തുതകൾ എഴുതുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് അന്വേഷിക്കേണ്ടത്, നമ്മുടെ വയനാട്ടിലെ ചൂരൽമലയില് ഈ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കുകയാണ്. ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിക്കുക? പ്രധാനമന്ത്രി തന്നെ വരുന്നു. പ്രധാനമന്ത്രി വന്നിട്ട് അദ്ദേഹത്തിന്റെ നരച്ച താടി രോമങ്ങള് കുഞ്ഞിന്റെ മുഖത്തേക്ക് വയ്ക്കുന്നു. ആരോ ഫോട്ടോ എടുക്കുന്നു കാണുന്നു. ഉടനെ ആ കുഞ്ഞിനെ വിടുന്നില്ല, വീണ്ടും മുമ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ഫോട്ടോ എടുത്തു, നല്ല ചിത്രങ്ങൾ പിറ്റേ ദിവസം പത്രങ്ങൾ വന്നു, ടെലിവിഷൻ ചാനലുകൾ വന്നു, സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകെ വന്നു. നമ്മൾ വിചാരിക്കുന്നു ശരി, ദൂരെയുള്ളതൊക്കെ സംഭവിച്ചു, ഇനിയെങ്കിലും നമുക്ക് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തില് ആ ഗ്രാമത്തെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സഹായം കിട്ടും നമ്മൾ വിചാരിക്കാണ്. നമ്മൾ ആത്മാർത്ഥതയായിരിക്കണം. പ്രധാനമന്ത്രി എന്ന് പറയല്ലേ, നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി പറയല്ലേ നമുക്ക് സഹായം തരാറുണ്ട്, അപ്പൊ പിന്നെ നമുക്ക് കിട്ടുമല്ലോ നമ്മൾ വിചാരിക്കാം. പക്ഷെ എന്താ, 100-150 ദിവസമാവുന്നു, ഒരൊറ്റ പൈസ കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ചൂരൽമലയ്ക്ക് ശേഷമാണ് ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, മഴ പെയ്തത്. 4 ദിവസത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കത്തിന് അന്നേ ദിവസം കൊടുത്തു 50 കോടി രൂപ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആന്ധ്രാപ്രദേശില് 3750 കോടി രൂപ. തൊട്ടടുത്ത ദിവസങ്ങളില് ബീഹാറില്, നാഗാലാൻഡില്, സിക്കിമില് അവിടെ കൊടുത്തു 1750-ഉം 2500 കോടി രൂപ. ഒരൊറ്റ പൈസ തരാത്ത ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് ഈ കേരളം മാത്രമാണ് എന്നുള്ളതാണ്. നമ്മളെ എല്ലാ വിധത്തിലും ഞെരുക്കുകയാണ്. ഞാൻ ഈ കടയിൽ പോയി 20 രൂപയുടെ സാധനം മേടിച്ചാൽ GSTക്ക് ശേഷം 1 രൂപ ഞാൻ അവിടെ നികുതി ഈടാക്കണം. 20 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ 1 രൂപ നികുതി എന്ന് കൂട്ടുക, ഒരു സാധാരണ കണക്ക്. ആ 1 രൂപ കേന്ദ്ര സർക്കാർ നേരെ മേടിച്ചുകൊണ്ട് പോകുന്നത്, സംസ്ഥാന സർക്കാരല്ല. ആ 1 രൂപ കേന്ദ്ര സർക്കാർ മേടിച്ചു കൊണ്ടുപോയിട്ട്
ഈ കേന്ദ്ര സർക്കാർ നമ്മുടെ വിഹിതമായി തരുന്നത് സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന് തരുന്നത് ഡിവിസിബിൾ പൂളിന്റെ കണക്കിൽ 20 പൈസ. 1 റുപ്യ മേടിച്ചുകൊണ്ട് പോകുന്നു, 20 പൈസ നമുക്ക് തരുന്നു, 80 പൈസ കേന്ദ്ര സർക്കാർ എടുക്കുന്നു. അതേസമയം ബീഹാറുകാരന്റെ കയ്യിൽ നിന്ന് 1 രൂപ എടുത്തുകൊണ്ടുപോയാൽ 22 രൂപ അവന് കൊടുക്കുന്നു. ഉത്തർപ്രദേശുകാരന്റെ കയ്യിൽ നിന്ന് 1 രൂപ എടുത്തുകൊണ്ടുപോയാൽ 17 രൂപ അവന് കൊടുക്കുന്നു. ശരി, ഉത്തർപ്രദേശുകാരനെ സംബന്ധിച്ചിടത്തോളം, ബീഹാറുകാരനെ സംബന്ധിച്ചിടത്തോളം അവർ ഇനിയും വളർന്നിട്ടില്ല. അവർ വളരട്ടെ, നമ്മളെ പോലെ അവരും ആവട്ടെ. അതുകൊണ്ട് 1 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി 20 പൈസ നമുക്ക് തന്നാൽ മതി. 17 രൂപ നിങ്ങൾ ഉത്തർപ്രദേശുകാരന് കൊടുത്തോ, 22 രൂപ നിങ്ങൾ ബീഹാറുകാരന് കൊടുത്തോ. ഒരു പരാതിയില്ലെന്നേ. പരാതി ഉണ്ട്, പക്ഷേ ആ പരാതി നമ്മൾ ഉന്നയിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ റവന്യൂ ഗ്രാന്റ് രണ്ടാമത്തെ ഇനാണ്. ഈ നിലയിലെ ഡിവിസിബിൾ പൂളിൽ കുറവ് വരുന്ന സംസ്ഥാനങ്ങളുണ്ടാവും. ആ കുറവ് വരുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ സഹായം, അതാണ് റവന്യൂ ഗ്രാന്റ്. വട്ട 0, 1 റുപ്യ തരില്ല. അത് കഴിഞ്ഞാൽ വേറൊരു ഇനമുണ്ട്, കേന്ദ്ര പദ്ധതികൾ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു AMS വേണം. ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും AMS ആയി. നമുക്ക് റെയിൽവേ സോൺ ഉണ്ട്, നമുക്കൊരു റെയിൽവേ സോൺ കൂടി വേണം. നമ്മൾ എത്രയോ കാലമായി പത്രം വായിക്കുന്നവർക്ക് എല്ലാം അറിയാം. എല്ലാ റെയിൽവേ ബജറ്റിന്റെ തലേ ദിവസവും, എല്ലാ യൂണിയൻ ബജറ്റിന്റെ തലേ ദിവസവും നമ്മൾ ഈ പത്രത്തിൽ വലിയ അക്ഷരത്തിൽ കാണും. എന്ത് AMS കിട്ടും, അല്ലെങ്കിൽ റെയിൽവേ സോൺ കിട്ടും. ഒന്നും നമ്മുടെ കയ്യിലില്ല. രാഷ്ട്രീയ തീരുമാനം വേണം എന്നാണ് ഈ പറയുന്ന AMSന്റെ കാര്യത്തിൽ ഇപ്പൊ BJP പറയുന്നത്. ഇത് രാഷ്ട്രീയ തീരുമാനം. നമുക്ക് BJP നമുക്ക് കേരളത്തിന് അനുകൂലമായ രാഷ്ട്രീയ തീരുമാനം എടുക്കുമോ? കാരണം ഇവിടെ ഇടതുപക്ഷമല്ലേ ഭരിക്കുന്നത്. ഇതൊന്നുമില്ല, ഡിവിസിബിൾ റവന്യൂ ഗ്രാന്റില്ല, കേന്ദ്ര പദ്ധതികളില്ല. എന്നാൽ ഒരു ജില്ല ഇടിഞ്ഞു പൊളിഞ്ഞു വീണാൽ, ഒരു ജില്ല എന്ന് പറയുന്നത് വയനാട് ജില്ല ഈ കേരളത്തിന്റെ മാത്രം ഭാഗമല്ലല്ലോ, ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമല്ലേ. ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാകുമ്പോ ആ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമല്ലേ ഈ ജില്ല ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. ഇതൊന്ന് നേരെയാക്കാൻ വേണ്ടി ഒരു 1000 കോടി രൂപ കൊടുക്കാം, അല്ലെങ്കിൽ 2000 കോടി കൊടുത്തിട്ടുണ്ടല്ലോ ത്രിപുരക്ക്, കൊടുത്തിട്ടുണ്ടല്ലോ ആന്ധ്രാപ്രദേശിന്, കൊടുത്തിട്ടുണ്ടല്ലോ സിക്കിമിന്, കൊടുത്തിട്ടുണ്ടല്ലോ ബീഹാറിന്. നമുക്ക് തരണ്ടേ? എന്താ വയനാട് ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് സഖാവ് പിണറായി വിജയൻ ചോദിക്കാനുള്ള കാരണം അതാണ് സുഹൃത്തുക്കളെ. ഞെരുക്കണം, കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കണം. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ നിന്ന് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ മഴവിൽ സഖ്യമുണ്ടല്ലോ, ആ മഴവിൽ സഖ്യത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ നിന്ന് പുറത്താക്കി കേരളത്തിൽ അധികാരം പിടിക്കാനാവും. അപ്പൊ ചോദിക്കും, കോൺഗ്രസ് അല്ലേ വരിക, BJP അല്ലല്ലോ. കോൺഗ്രസ് വന്നാൽ മതി. പരസ്പര പൂരകങ്ങളാണ് വർഗീയത. 1925 നാഗ്പൂരില് RSS ഉണ്ടായപ്പോ തൊട്ടടുത്ത പതിറ്റാണ്ടിൽ തന്നെ RSSന്റെ മറ്റൊരു ഘടകം ഉണ്ടാക്കാൻ വേണ്ടി RSS നേതൃത്വം തീരുമാനിച്ചത് ഈ കേരളത്തിലെ തലശ്ശേരിയ. അത്ര കണ്ട് പ്രധാനപ്പെട്ടതാ. RSSനെ സംബന്ധിച്ചിടത്തോളം 3 ശത്രുക്കളാണുള്ളത്. 1 മുസ്ലിം, 2 ക്രിസ്ത്യൻ, 3 കമ്മ്യൂണിസ്റ്റുകാര്. ഈ 3 ഉള്ള ഇടായിരുന്നു തലശ്ശേരി. നിങ്ങളുടെ തൊട്ടടുത്ത എന്താ തലശ്ശേരിയുടെ പ്രത്യേകത? തലശ്ശേരിയിൽ മുസ്ലിങ്ങളുണ്ട്, തലശ്ശേരിയിലെ ക്രിസ്ത്യൻ മിഷണറിമാരുണ്ട്. ആ ഘട്ടത്തിലൊക്കെ വലിയ മിഷണറി സാന്നിധ്യമുള്ള പ്രദേശമാണ് തലശ്ശേരി എന്ന് പറയുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ശക്തി കേന്ദ്രം. അപ്പൊ ആദ്യത്തെ പരീക്ഷണശാലയായിട്ട് നാഗ്പൂർ കഴിഞ്ഞാൽ RSS നിശ്ചയിച്ചിരുന്നത് തലശ്ശേരിയായിരുന്നു. പക്ഷേ കേരളത്തിലെ കർഷക പ്രസ്ഥാനങ്ങളുടെ വളർച്ച, ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ച, ഇതേ തുടർന്ന് കേരളത്തിലെ ക്ലച്ച് പിടിക്കാൻ RSSന് സാധിച്ചില്ല. RSSന് എന്തുകൊണ്ട് സാധിച്ചില്ല? RSSന് സാധിക്കാതിരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് പുഷ്ടിപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഒരു വർഗീയതയ്ക്ക് പകരം മറ്റൊരു വർഗീയതയ്ക്ക് നിലനിർത്താനാകൂ. ഇവിടെ മുസ്ലിം വർഗീയത ഉണ്ടാവുകയാണെങ്കിൽ ഹിന്ദുത്വയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് RSSന്റെ കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടല്. ഇവിടെ UDFന്റെ 2 കൈകളിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പുളയ്ക്കുകയല്ലേ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ ഒരു വലിയ രാഷ്ട്രീയ ആഖ്യാനമൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ചോട്ടോ നമ്മുടെ PD സതീശനും കൂട്ടരും.
കേരളത്തിലെ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 91 2016 കിട്ടി, 2021 ആകുമ്പോഴേക്കും ആ 91 99 ആക്കി. ആകെ 140 നിയമസഭാ മണ്ഡലങ്ങളില് 99 സീറ്റുകളും ജയിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് കേരളത്തില്. ആ വലിയ കാറ്റിന്റെ നടുവിലും വലിയ ഇടതുപക്ഷ പിണറായി LDF കൊടുങ്കാറ്റിനിടയിലും പാലക്കാട് നമ്മൾ 3ാം സ്ഥാനത്തായിരുന്നു. ആ പാലക്കാട് നമ്മള് 2ാം സ്ഥാനമായിട്ടുള്ള അകലം കുറച്ചു. ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പില് വിടിസൈസ് പറയാ 5000 വോട്ടിനാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചേലക്കരയിൽ മുമ്പിലെത്തിയത്. ഇപ്പൊ 12,500 യുവാക്കൾ. വിടിസൈസ് പറയുന്നത് ഞാൻ 15,000 വോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ടി 1,70,000 വോട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലത്തില് വിടിസൈസ് പറയുന്നത് ഞാൻ തന്നെ 15,000 വോട്ട് ചേർത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നോട് ചോദിക്കരുത്. ഒരു അഭിമുഖം ഞാനിപ്പോ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. കേൾക്കുമ്പോൾ ആ അവാസ്തവാണെന്ന് തോന്നുന്നു. 15,000 വോട്ട് ചേർത്തിട്ടും 12,000-ലധികം വോട്ടുകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യുവാക്കൾ വിജയിച്ചു. ഞാൻ പറഞ്ഞു വരുന്നതല്ല, നോക്കണം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പില് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയവരാണ് SDPI, ജമാഅത്തെ ഇസ്ലാമി. ആ കൗണ്ടിംഗ് മണിക്കൂറില് അവരുടെ ഓഫീസിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ ചർച്ച നടത്തുന്ന ചിത്രം പുറത്തുവിട്ടു. ഉളഞ്ഞു നടക്കാണ്. ഈ സംവിധാനങ്ങളാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അവർ തെളിയിക്കാൻ പോവാണ്. നോക്കൂ, 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഭരണം ഞങ്ങളുടെ കൂടെ ആയിരിക്കും എന്നാണ് SDPI പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ഭരണമാണ് വരുന്നതെങ്കിൽ ഞങ്ങൾക്കിവിടെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഇവിടുത്തെ BJPയും RSSും വിചാരിക്കുന്നു. ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ നീല മഞ്ഞ ഓൺലൈൻ ചാനലുകളും ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമവും മീഡിയ വണ്ണും പ്രബോധനവും എല്ലാം തന്നെയും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരു സാമുദായിക അസ്വാസ്ഥ്യം ഉണ്ടാകാത്ത പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല, അത് നമ്മുടെ ഈ കൊച്ചു കേരളമാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോ വർഗീയ സ്വാസ്ഥ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തില് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകില്ല എന്ന ഉറപ്പ് നമുക്കുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളോട് ആരോട് മൈക്കിലിട്ട് ചോദിച്ചാലും ഇപ്പം പറയും കേരളത്തിലോ വർഗീയ സ്വാസ്ഥ്യം ഉണ്ടാകില്ല. അത് സാധ്യമല്ല. നമുക്കൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് പിണറായി വിജയനാണ് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണോ നാടിന്റെ മറ്റു പല ഭാഗങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോ ബാബറി മസ്ജിദിന്റെ വഴിയെ മറ്റ് മുസ്ലിം ദേവാലയങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണ് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും വ്യക്തതയില്ല. ഇന്ത്യയിലെ ജുഡീഷ്യറി പോലും ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. നിങ്ങൾക്കറിയാം, വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു പോകാം, പക്ഷെ പറയാതെ പോകുന്നത് ശരിയല്ല. 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയതോടുകൂടി നിഷ്കർഷിക്കപ്പെടുന്നത് 1947 ഓഗസ്റ്റ് 15 ഒരു ദേവാലയത്തിന്റെ സ്വഭാവം എന്തായിരുന്നോ ആ സ്വഭാവം നിലനിർത്തുക എന്നുള്ളതായിരുന്നു ആ നിയമം നിർമ്മാണം കൊണ്ട് ഉദ്ദേശിച്ചത്. ബാബറി മസ്ജിദ് അതിന്റെ പരിധിയിൽപ്പെട്ടില്ല, കാരണം അതിന് മുമ്പുള്ള തർക്കമായിക്കൊണ്ട് തന്നെ. അതുകൊണ്ട് ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം രാമജന്മഭൂമി പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സംഘപരിവാർ ഈ നാട്ടിലെ വലിയ നിലയിൽ കലാപം ഉണ്ടാക്കുമ്പോഴും അത് ഇന്ത്യ രാജ്യം കാണുന്ന അവസാനത്തെ കലാപമായിരിക്കും എന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ കൊച്ചു പുലർത്തിയിരുന്നത്. ഒരു ഘട്ടത്തില് BJPയുടെ RSSന്റെ നേതാക്കൾ അത് പറയുകയും ചെയ്തിരുന്നു. ഞങ്ങള് ഇപ്പോ ബാബറി മസ്ജിദ് പ്രശ്നം, രാമജന്മഭൂമി പ്രശ്നം ഉന്നയിച്ചു, വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്, ഇത് അവസാനത്തെയാണ്. കാരണം ആ പ്രശ്നങ്ങൾ അവർക്ക് രമ്യമായി തീർക്കേണ്ടതിരുന്നു. ഒരു വിഭാഗം RSSകാരെ സംബന്ധിച്ചിടത്തോളം രാമജന്മഭൂമി എന്ന അയോധ്യയിലെ രാമക്ഷേത്രം എന്ന ആവശ്യം അവർക്ക് പൂർത്തീകരിക്കേണ്ടിയിരുന്നു. പക്ഷെ ആ ഘട്ടത്തിലും BHPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ
മറ്റ് ഔട്ട്സിറ്റുകളെല്ലാം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു കാശി മധുര ബാക്കി ഹേ എന്ന്. കാശിയും മധുരയും ബാക്കിയാകും എന്ന് RSSന്റെ സംഘപരിവാറിന്റെ മറ്റ് സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ കാശിയും മധുരയും മാത്രമല്ല, അത് വെറും RSS ഉന്നയിക്കുന്ന വിഷയം മാത്രമല്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ രാജ്യത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിച്ച DY ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന ഒരു കേസ് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഒരു മതസ്ഥാപനത്തിന്റെ, ഒരു ദേവാലയത്തിന്റെ മതഘടന തീരുമാനിക്കുന്നതിന് ബാധകമായിരിക്കില്ല. ഒരു പരാമർശം നടത്തി പോവാണ്. അതിനെ തുടർന്ന് ഇപ്പൊ എന്താ, അതിനെ തുടർന്ന് സംഭാലില് ഒരു കോടതി നോട്ടീസ് അയക്കാതെ ആ 16ാം നൂറ്റാണ്ടിലെ ഒരു പള്ളിയിൽ പരിശോധന നടത്താൻ വേണ്ടി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് പറയാണ്, പള്ളിക്ക് നോട്ടീസ് അയക്കാതെ. വലിയ പ്രക്ഷോഭം ഉണ്ടായി. അതിനെ തുടർന്ന് 5 പേരെ പോലീസ് വെടിവെച്ചു കൊന്നു. ഇപ്പൊ അജ്മീർ എന്ന് പറയുന്നത് ഒരു മതേതര സ്ഥാപനമാണ്. അജ്മീർ ഏത് പ്രധാനമന്ത്രി ഇന്ത്യയിൽ അധികാരത്തിലേറിയാലും ഒരു ഷോ അജ്മീറിലേക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര ആളുകള്, ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള് അജ്മീറിൽ പോയി പ്രാർത്ഥന നടത്തുന്നു. അജ്മീർ ലോകമറിയുന്ന ഒരു ദേവാലയമാണ്, ഒരു മുസ്ലിം പള്ളിയാണ്. അവിടെ പരിശോധന നടത്തുന്നതിന് വേണ്ടി നോട്ടീസ് അയച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ വികേന്ദ്രീകൃതമായ രീതിയിൽ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വെറും കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടുകൂടി മാത്രമല്ല, കോടതിയുടെ കൂടി ഒത്താശയോടുകൂടി എന്ന് പറയുന്നതിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. ഈ മന്ത്രിസഭ, നരേന്ദ്രമോദിയുടെ 3ാം മന്ത്രിസഭ അധികാരമേറ്റതിന് ശേഷം നിയമമന്ത്രി റിട്ടയർ ചെയ്തിട്ടുള്ള ജഡ്ജിമാരെ ഒക്കെ വിളിച്ചു ചേർത്തിട്ട് ഒരു യോഗം ചേർന്ന് ആ യോഗത്തിൽ തീരുമാനിക്കുന്നത് എന്താണെന്നറിയോ? ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. എന്തുകൊണ്ടാണ് RSSും സംഘപരിവാറും ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യയിലെ ഫൈസാബാദ് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം, ആ ലോക്സഭാ മണ്ഡലത്തില് BJP സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ദളിതനെയാണ് സമാജ്വാദി പാർട്ടി നിർത്തിയത്. അവിടെ BJP സ്ഥാനാർത്ഥി തോൽക്കുകയാണ്. അയോധ്യ കൊണ്ട് ഇനി രക്ഷയില്ല. ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ബാബറി മസ്ജിദ് ആവർത്തിക്കണം എന്നുള്ള രാഷ്ട്രീയ നയവുമായിട്ടാണ് സംഘപരിവാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതിന് കോടതി നോക്കൂ, ഞാൻ പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. എന്തുകൊണ്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീം കോടതി തീർപ്പാക്കുന്നില്ല? കഴിഞ്ഞ 4 വർഷമായി സുപ്രീം കോടതി അത് അറ്റത്ത് വെച്ചിരിക്കുന്നത് എന്തിന്? അയോധ്യ രാമക്ഷേത്ര വിധിയിൽ തന്നെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ യുക്തിസഹമായി വിലയിരുത്തിയിട്ടുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായിരുന്ന DY ചന്ദ്രചൂഡ് വ്യത്യസ്ത നിലപാട് പിന്നീട് വാരണാസി വിഷയത്തിൽ എടുത്തത് എന്തിന്? ഞാൻ പറയുന്നത്, കേരളത്തിന് പുറത്ത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ മിഷനറിയും, ഭരണഘടനയോട് അടുത്തൂണുകൾ എന്ന് വിളിക്കുന്ന എല്ലാ മിഷനറിയും രാജ്യത്തെ ചുടലക്കളമാക്കാൻ ശ്രമിക്കുമ്പോ വേറിട്ട ഒരു ഭൂപ്രദേശം, ശാന്തവും സമാധാനപരവുമായി നീങ്ങുന്ന ഒരു ഭൂപ്രദേശം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക ഈ കൊച്ചു കേരളത്തെ മാത്രമാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ മാത്രമേ ഇവിടെ സാമുദായിക കാലുഷ്യുണ്ടാക്കാൻ കഴിയുള്ളൂ, മതസ്പർദ്ധ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ മാത്രമേ ഇവിടെ കലാപം ഉണ്ടാവുള്ളൂ, തങ്ങൾക്ക് വളരാൻ കഴിയുള്ളൂ. പരസ്പര പൂരകങ്ങളാണത് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുകയാണ് RSS ജമാഅത്തെ ഇസ്ലാമി. അതിനു വേണ്ടിയിട്ടാണ് ഈ മഹാസഖ്യം, ഈ പറയുന്ന മഴവിൽ സഖ്യം. ആ മഴവിൽ സഖ്യത്തില് കോൺഗ്രസിന്റെ UDF ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, അതിലെ തീവ്ര മതമൗലികവാദികളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ SDPI ഉണ്ട്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യധാര പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും ഉണ്ട്.
മറുഭാഗത്ത് എല്ലാ സ്ത്രീകളും ആരെയും എന്തും പറയാം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന അശ്ലീല ഓൺലൈൻകാർ, അശ്ലീല ഈ പറയുന്ന യൂട്യൂബ് ചാനലുകള് ഇതെല്ലാം ഒരൊറ്റ ഭാഗത്ത് ഇങ്ങനെ അടുക്കി കൂടിയിരിക്കുകയാണ്. RSSന്റെ ഒരു പരിച്ഛേദം അതിനടുത്തുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങളോട് നമ്മള് കലഹിച്ചിട്ട് കാര്യമില്ല, അവരോട് പരിദേവനം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വർഗം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി UDF പ്രതിനിധാനം ചെയ്യുന്ന വർഗമാണ്. UDF പ്രതിനിധാനം ചെയ്യുന്ന വർഗം എന്താണ് നോക്കൂ. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാ, വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും കെ സുധാകരൻ എന്ന് പറയുന്ന KPC പ്രസിഡന്റും മൈക്കിന് വേണ്ടി പിടിവലിയ. ഞാൻ ആദ്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൈക്കിലുള്ള പിടിവലിയ. ആ പിടിവലി കഴിഞ്ഞു. കെ സുധാകരന് മൈക്ക് കൊടുത്തിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അടുത്ത തവണ നമ്മൾ ടെലിവിഷനിൽ വി ഡി സതീശനെ കെ സുധാകരനെ കാണുന്നത്, കെ സുധാകരൻ അല്പം നേരത്തെ എത്തിപ്പോയി. വി ഡി സതീശൻ വൈകിയപ്പോ കെ സുധാകരൻ മൈക്കിന്റെ മുമ്പില്, ക്യാമറയുടെ മുമ്പില് വി ഡി സതീശനെ വിളിക്കുന്നത് മാ കൂട്ടിയിട്ടാണ്. മാ മൈക്കിന്റെ മുമ്പില്, ക്യാമറയുടെ മുമ്പില് നിങ്ങൾ പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് മാ കൂട്ടിയിട്ടാണ് എങ്കിൽ കട്ടന് പുറകെ നിങ്ങൾ എന്തായിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷിപ്പിക്കുന്നുണ്ടാവുക. സുധാകരൻ, ഞാൻ കഴിഞ്ഞ ദിവസം അത് ഒരു പൊതുയോഗത്തിൽ പറഞ്ഞു. സുധാകരൻ, ഞാൻ TV നിന്നൊക്കെ ഇറങ്ങി, ഞാനൊരു ദിവസം ടെലിവിഷൻ വെച്ചപ്പോ നമ്മളെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ സുധാകരന് കൂടോത്രം എടുത്തു കൊടുക്ക. നല്ല കാര്യമാണ് കൂടോത്രം. KPCC പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്ന ആളാണ്. KPCC പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്ന ആള് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് കൂടോത്രത്തിന്. അപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ കാലിന്റെ ഒരു രൂപ എടുത്ത് കാണിച്ചു കൊടുക്കാം. അപ്പോ സുധാകരൻ പറയാ, ഞാനിപ്പോ അതിനുശേഷം എന്റെ കാല് വലത്തേക്കാല് മുന്നോട്ട് നോക്കുമ്പോ ഇടത്തേക്കാല് പിന്നോട്ട് പോകുന്നു, ഇടത്തേക്കാല് മുന്നോട്ട് നോക്കുമ്പോ വലത്തേക്കാല് പിന്നോട്ട് പോകുന്നു. കൈയുടെ രൂപ എടുത്ത് നോക്കുമ്പോ അതിനുശേഷം കൈക്ക് ഭയങ്കര തളർച്ചയാണ്. തലയുടെ രൂപ എടുത്ത് നോക്കുമ്പോൾ സുധാകരൻ KPCC പ്രസിഡന്റ് പറയാതെ എന്റെ തല പോകാതിരുന്നത് ഭാഗ്യമെന്ന്. ഞങ്ങൾ ഇന്നലെ ചോദിച്ചത്, എടോ സുധാകരൻ, നീയല്ലേ പറഞ്ഞത് നിന്റെ തലയെടുക്കാൻ CPM-കാരാണ് നടക്കുന്നത്, നിന്റെ തലയെടുക്കാൻ നിന്റെ പാർട്ടിക്കാർ തന്നെയാണ് നടക്കുന്നത് എന്ന് നിന്നെ കൊണ്ട് തന്നെ ഈ കൂടോത്രം പറയിപ്പിച്ചു. ഈ പെയിന്റ് അടിച്ച മുട്ട സുധാകരന്റെ വീട്ടിൽ മാത്രമല്ല, സുധാകരന്റെ KPCC ആഫീസിലെ കസേരയുടെ അടിയിൽ മാത്രമല്ല, വിമാനം പിടിച്ച് ഡൽഹിയിലെ സുധാകരന്റെ ക്വാർട്ടേഴ്സിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. വിമാനം പിടിച്ചിട്ട് കസ്റ്റംസുകാരെ വിചാരിച്ചിട്ട് എന്താണ് കളറിന്റെ മുട്ട. എന്തായാലും കൂടോത്രത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം സുധാകരൻ കൊണ്ട് പറയിപ്പിച്ചല്ലോ. സുധാകരന്റെ ജീവൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് സുധാകരന്റെ പാർട്ടിക്കാരാണ് എന്നുള്ളത്. നോക്ക്, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര ജീർണിച്ചവർക്കാണ്. അപ്പോ വേറൊരു KPCC പ്രസിഡന്റ് പറയാണ്, PM സുധീരൻ, എന്റെ വീട്ടിൽ ഞാൻ 8 തവണ കണ്ടിട്ടുണ്ട് ഇത്തരം. ഇത്രയും ജീർണിച്ച ഒരു വർഗമാണ്. അപ്പൊ അങ്ങനെ ജീർണിച്ച ഒരു വർഗത്തെ സംബന്ധിച്ചിടത്തോളം RSSനെ ഒരു കയ്യിലും ജമാഅത്തെ ഇസ്ലാമിയെ വേറൊരു കയ്യിലും ഇനി മറ്റു ഭാഗങ്ങൾ കൊണ്ട് ഈ പറയുന്ന അശ്ലീല നീല മഞ്ഞ പത്രങ്ങളെ ഒക്കെ കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാകില്ല എന്നുള്ളതാണ്. ഈ മഹാസഖ്യത്തെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളത് പരമപ്രധാനമായ ഉത്തരവാദിത്തമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, വ്യാജ പ്രചരണങ്ങൾ കൊണ്ട്, നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നാണ് RSSും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും UDFന്റെ സഹായത്തോടു കൂടി നോക്കുന്നത്. നമ്മൾ മുൻകാലങ്ങളിൽ UDFന് ഭരണം കൊടുക്കുമ്പോ അവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സാമുദായിക കക്ഷി മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോ UDFന്റെ ഭാഗമായിട്ട് എല്ലാ വർഗീയ ശക്തികളും ഉണ്ട് എന്നുള്ളതാണ്. അതിനെതിരായിട്ടുള്ള പടയൊരുക്കമായിരിക്കും